എല്ലാ പ്രേക്ഷകർക്കും മിഡിസ്റ്റ് അവറിലേക്ക് സ്വാഗതം. UN പൊതുസഭയിൽ മുഖ്യ ചർച്ചയായി ഗസ. ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ച് ട്രംപ്. ദ്വിരാഷ്ട്രമാണ് ഏക പരിഹാരമെന്ന് ലോകരാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു. ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് ഖത്തർ അമീർ പറഞ്ഞു. അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടാൻ UN സെക്രട്ടറി ജനറൽ. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്ന് മാത്രം 22 പേരാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് റബി മുഹമ്മദ് ചേരുകയാണ്. റബി, ഇസ്രായേൽ കാലങ്ങളായി തുടരുന്ന വംശഹത്യക്കെതിരെ ഒപ്പം സംഘർഷങ്ങൾക്ക് ഗസയിൽ തുടരുന്ന സംഘർഷങ്ങളിൽ എങ്ങനെയാണ് ഇന്നത്തെ UN പൊതുസഭയിൽ ചർച്ച ഉയർന്നു വന്നത്? ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ ആരൊക്കെയാണ് ശക്തമായി തന്നെ രംഗത്തെത്തിയത്? ദിവ്യ, UN പൊതുസഭയിൽ പ്രധാനമായും ഗസ വിഷയം തന്നെയാണ് ചർച്ചയാവുന്നത്. ഇസ്രായേൽ ഫലസ്തീന് നേരെ ഗസക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ പ്രധാന വിഷയമായി വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യുക്രൈൻ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങളും ചർച്ചയ്ക്കുണ്ടെങ്കിലും ഗസ വിഷയം ഇസ്രായേൽ കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന ഗസക്ക് നേരെ തുടരുന്ന ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് UN പൊതുസഭയിൽ ഉയർന്നു കേൾക്കുന്നത്. അല്പം മുമ്പ് സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും ഇക്കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. ഗസക്കെതിരായ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനും ഇക്കാര്യം ആവർത്തിച്ചു പറയുന്നു. നിശബ്ദത പാലിക്കുന്ന എല്ലാവരും ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നാണ് ഈ തുർക്കി പ്രസിഡന്റ് അല്പസമയം മുമ്പ് UN പൊതുസഭയിൽ പറഞ്ഞത്. ഇപ്പോൾ ഖത്തർ അമീർ UN പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദോഹയിൽ ഇസ്രായേൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും പാലിക്കാൻ ഇസ്രായേൽ ബാധ്യസ്ഥമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ദ്വിരാഷ്ട്ര ഫോർമുല മാത്രമാണ് ഫലസ്തീൻ പ്രശ്നത്തിനുള്ള ഏക പരിഹാരമെന്നും ലോക നേതാക്കൾ എടുത്തു പറയുന്നു. ജോർദാൻ ഭരണാധികാരി അബ്ദുള്ള രാജാവ് ഉൾപ്പെടെയുള്ള ഇന്ന് അവിടെ സംസാരിച്ച മറ്റ് നേതാക്കളും ഇക്കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഗസയിലെ വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്ന ആവശ്യം തന്നെയാണ് UN പൊതുസഭയിൽ ഇപ്പോൾ എല്ലാവരും മുന്നോട്ട് വെക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടനും പോർച്ചുഗലും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ കാനഡയും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഫലസ്തീൻ എന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു. ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതോടുകൂടി ഫ്രാൻസും സൗദി അറേബ്യയും ഒരു ദ്വിരാഷ്ട്ര ഫോർമുല പ്രശ്നപരിഹാരത്തിനായുള്ള ഒരു ദ്വിരാഷ്ട്ര ഫോർമുലയിലേക്ക് ലോകരാജ്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതിനുള്ള അടിയന്തര യോഗങ്ങളും കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ഏതായാലും അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത് ശക്തമായി ഗസയിലെ ഈ വംശഹത്യക്ക് കൂട്ടുനിൽക്കുമ്പോൾ മറ്റ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും ഗസയിലെ ഫലസ്തീനിലെയും ജനങ്ങൾക്ക് അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ, ഭക്ഷണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ എത്തിച്ചു നൽകാനും അതോടൊപ്പം തന്നെ ഉടൻ തന്നെ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ശാശ്വതമായ ഒരു സമാധാനം കൊണ്ടുവരണമെന്ന ആവശ്യവുമായി മറ്റ് രാജ്യങ്ങളും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. UN-ലും ഈ ഒരു സംസാരമാണ് അന്താരാഷ്ട്ര അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യ, മുഹമ്മദ് അബ്ബാസ് കൂടി ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. അബ്ബാസ്, ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ കൂടിയാണ് UN പൊതുസഭയിൽ ഗസ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഉയർന്നു വന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ ദ്വിരാഷ്ട്ര പരിഹാരമാണ് ഏക സൊല്യൂഷൻ എന്നതിലേക്ക് ഒരു ചർച്ച ഉരുത്തിരിഞ്ഞു വരുന്നത് നമ്മൾ കണ്ടു. ഇതിൽ ഖത്തറിന്റെ ഒരു നിലപാട് എത്രത്തോളം ശ്രദ്ധേയമാണ്? ദിവ്യ, സെപ്റ്റംബർ 9 ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം, ആ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ലോകവേദിയാണ് UN-ൽ ഇന്ന് നടക്കുന്നത്. UN പൊതുസഭയിൽ ഇന്ന് ഖത്തർ അമീർ നിലവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഖത്തറിൽ നടന്ന ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം പറയുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. ഇതൊരു വഞ്ചനാപരമായ അറ്റാക്ക്, സ്റ്റേറ്റ് ടെററിസം എന്നീ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ആദ്യമായാണ് ഇത്തരമൊരു വലിയ അന്താരാഷ്ട്ര വേദിയിൽ ഈ ആക്രമണം ഉന്നയിക്കുന്നൊരു അവസരം ഉണ്ടാകുന്നത്. അത് ഖത്തർ അമീർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഈ ആക്രമണത്തിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രങ്ങൾ എല്ലാവരും 100ഓളം രാഷ്ട്രങ്ങളാണ് ഖത്തറിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയത്. അതിന് പിന്നാലെ ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി, അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഖത്തറിന്റെ പിന്നിൽ നിലയുറപ്പിക്കുകയും പിന്തുണ നൽകുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു.
അതിന് പിന്നാലെയാണ് ഇപ്പോൾ UN പൊതുസഭ കൂടുന്നത്. ദ്വിരാഷ്ട്ര പദ്ധതി, ഇസ്രായേൽ അതുപോലെ പലസ്തീൻ രാഷ്ട്രങ്ങൾ ഉണ്ടാകണം, ഈ മേഖലയിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ സുസ്ഥിരവും സമാധാനപൂർണവുമായ ജീവിതം ഉണ്ടാകണം എന്നീ ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ സഭാ സമ്മേളനം ചേരുന്നത്. ഖത്തറിന്റെ കാര്യം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അടിയന്തര ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ കമ്മ്യൂണിക്കയിൽ തന്നെ ഗസയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് ഖത്തർ വ്യക്തമാക്കിയിരുന്നു. ഗസയിൽ സുസ്ഥിരവും അതുപോലെ സമാധാനപൂർവമായ ഒരു ഫലസ്തീനാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഖത്തർ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇത് തന്നെയാണ് ഇന്ന് ഖത്തർ അമീർ UN പ്രഖ്യാപിക്കുന്നത്. ദിവ്യ, പക്ഷേ ഇപ്പോഴും ഇതിൽ ട്രംപിന്റെ ഒരു നിലപാട് കൂടി കാണേണ്ടതുണ്ട്. ഇസ്രായേലിന് അനുകൂലമായ പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. ഇപ്പോഴും ഇസ്രായേൽ അതിശക്തമായ ആക്രമണം തന്നെ തുടരുകയല്ലേ ഗസയിൽ? തീർച്ചയായിട്ടും നമുക്കറിയാം, എല്ലാ ദിവസവും പോലെ തന്നെ നമ്മൾ മരണത്തിന്റെ കണക്കെടുക്കുക മാത്രമാണ് നിലവിൽ ഗസയിൽ ചെയ്യുന്നത്. അതും ഇന്നും ഇസ്രായേലിന്റെ ക്രൂരമായ വംശഹത്യ, ജനോസൈഡ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ഒരുപാട് അറ്റാക്കുകൾ ഉണ്ടാകുന്നു. ഇന്നും അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഖ്യകൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. വിശപ്പും അതുപോലെ പട്ടിണി കിട്ടും ഒരു ജനതയെ മൊത്തം കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും അതിനെതിരെ സംസാരിക്കാൻ ലോകത്തിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളടക്കമുള്ള വലിയ ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടും സ്വതന്ത്ര ഫലസ്തീൻ എന്നത് മാത്രമാണ് ശാശ്വത പരിഹാരത്തിലുള്ള ഏക പോംവഴി എന്ന് എല്ലാവരും വ്യക്തമാക്കിയിട്ടും അമേരിക്ക അവരുടെ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. വളരെ ഖേദകരമെന്ന് പറയുന്ന ഒരു നിലപാടാണ് സ്വതന്ത്ര ഫലസ്തീനുമായി ബന്ധപ്പെട്ട് നിലവിൽ US ഐക്യരാഷ്ട്രസഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവ്യ, യെസ് അബ്ബാസ്, ഇവിടെ ഇപ്പോൾ UN പൊതുസഭയിൽ വളരെ ഗൗരവമേറിയ രീതിയിൽ തന്നെയാണ് ഗസ വിഷയത്തിൽ ചർച്ച നടക്കുന്നത്. ഒരേ അഭിപ്രായത്തിലേക്ക് ഒട്ടുമിക്ക രാജ്യങ്ങളൊക്കെ തന്നെ എത്തിച്ചേരുന്നു. ദ്വിരാഷ്ട്ര പരിഹാരമാണ് വേണ്ടത് എന്ന അഭിപ്രായം ഉണ്ടാക്കുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് കരുതാൻ കഴിയുമോ? ഈ സമീപകാല ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇക്കാര്യത്തിൽ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ഇത്രമാത്രം പ്രൊഡക്റ്റീവായ ഒരു ചർച്ച നടന്ന, ഇത്രമാത്രം നിർണായകമായ ചുവടുവെപ്പുകൾ നടത്തിയ ഒരു അസംബ്ലി, UN അസംബ്ലി ഇല്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളായ ബ്രിട്ടൻ, അതുപോലെ പോർച്ചുഗൽ, ഫ്രാൻസ് അടക്കമുള്ള വലിയ രാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുകയും സ്വതന്ത്ര ഫലസ്തീൻ മാത്രമാണ് ശാശ്വത പരിഹാരത്തിലുള്ള ഏക പോംവഴി എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അവരെ രാജ്യത്തെ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് പറയേണ്ടതാണ്. അതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും നിർണായകമായ ചുവടുവെപ്പ് എന്നുള്ളത്. അത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ള അൾട്ടിമേറ്റ് ഗോളിലേക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് എത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷ. അതോടുകൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ടത് GCC രാഷ്ട്രങ്ങൾ മുഴുവൻ, അതോടുകൂടെ ജോർദാൻ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളും എല്ലാവരും സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഖത്തറിന്റെയും അതുപോലെ സൗദിയുടെയും UAEയുടെ ഒക്കെ നിലപാട് 1967 അതിർത്തികൾ അടിസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രൂപവൽക്കരിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആവശ്യത്തിന് എന്നത്തേക്കാളുമേറെ വലിയ ശബ്ദമുയരുകയും അതുമായി ബന്ധപ്പെട്ട വളരെ ഫലപ്രദമായ നീക്കങ്ങളും ചൂടുവെപ്പുകളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു ശുഭോദർക്കമായ സൂചകമായ കാര്യമെന്ന് പറയുന്നത്. ദിവ്യ, എന്തായാലും UN പൊതുസഭയിലാണ് ഗസ മുഖ്യ ചർച്ചയായിരിക്കുന്നത്. ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ല എന്ന് ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും ദ്വിരാഷ്ട്രമാണ് ഏക പരിഹാരമെന്ന് ലോകരാജ്യങ്ങൾ അഭിപ്രായപ്പെടുകയാണ്. അതുപോലെ തന്നെ ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് ഖത്തർ അമീറും ഈ ചർച്ചയിൽ അഭിപ്രായപ്പെടുകയുണ്ടായി, നിലപാട് സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ ഇതെല്ലാം തന്നെ ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിലൊരു മാറി ചിന്തിപ്പിക്കാൻ ഇടയാക്കുമോ എന്നത് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും അതിശക്തമായ ആക്രമണം, വംശഹത്യ തന്നെയാണ് ഇസ്രായേൽ ഗസയിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം 22 പേരാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളാണ് റബി മുഹമ്മദും മുഹമ്മദ് അബ്ബാസും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഗസയ്ക്കായി കുവൈറ്റിൽ നിന്ന് കൂടുതൽ സഹായം. 10 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി 12ാമത്തെ ദുരിതാശ്വാസ വിമാനം ഈജിപ്തിലെ അൽ അരിഷ് വിമാനത്താവളത്തിലെത്തി. ഇവിടെ നിന്ന് സഹായ വസ്തുക്കൾ റോഡ് മാർഗം ഗസയിലെത്തിക്കും. സാമൂഹികകാര്യ, വിദേശകാര്യ, പ്രതിരോധ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് കുവൈറ്റ് റെഡ് ക്രസന്റ് സൊസൈറ്റിയാണ് സഹായ കൈമാറ്റം ഏകോപിപ്പിക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങളെ സ്വാഗതം ചെയ്ത് കുവൈറ്റ്. തീരുമാനം സുപ്രധാനമായ അന്താരാഷ്ട്ര നിലപാടാണെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. സമാധാനത്തിനും ദ്വിരാഷ്ട്ര പരിഹാരത്തിനും പിന്തുണ നൽകിയതിന് കുവൈറ്റ് പ്രശംസിച്ചു. 1967 അതിർത്തികളിൽ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാൻ ഫലസ്തീനികളെ പ്രാപ്തരാക്കുന്ന തരത്തിൽ ശേഷിക്കുന്ന രാജ്യങ്ങളും ഇതേ നിലപാട് സ്വീകരിക്കണമെന്ന് കുവൈറ്റ് അഭ്യർത്ഥിച്ചു.
രൂപയുടെ മൂല്യം കൂപ്പുകുത്തിയതോടെ ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് പുതിയ റെക്കോർഡിൽ. ഒരു റിയാലിന് 230.15 രൂപ എന്ന നിരക്കാണ് ഒമാനിലെ പണമിടപാട് സ്ഥാപനങ്ങൾ ഇന്ന് നൽകിയത്. രൂപയുടെ ഇടിവിന് കാരണം അമേരിക്ക H-1B വിസ ഫീസ് കുത്തനെ കൂട്ടിയതാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഏതാനും ദിവസങ്ങളായി റിയാൽ രൂപക്കെതിരെ കുതിപ്പ് നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. $ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപ കൂപ്പുകുത്തുകയായിരുന്നു. വ്യാപാരം തുടങ്ങുമ്പോൾ 88.41 ആയിരുന്ന രൂപ 88.79 വരെ പോവുകയും അവസാനം 88.75 എന്ന നിരക്കിലാണ് ക്ലോസ് ചെയ്തത്. ആദ്യമായാണ് രൂപയ്ക്ക് ഒരു ദിവസം ഇത്രയും മൂല്യശോഷണം ഉണ്ടാകുന്നത്. പ്രധാനമായും അമേരിക്ക H-1B വിസ നിരക്ക് കുത്തനെ കൂട്ടിയതാണ് രൂപയുടെ ഇടിവിന് കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഓൾറെഡി തന്നെ ഒരു 50% തീരുവ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇതെല്ലാം തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാനെ കൊണ്ട് കാരണമായിട്ടുണ്ട്. പ്രവാസികൾക്ക് ഇത് വളരെയധികം ആഹ്ലാദം പരത്തുന്ന ഒന്നാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ ധാരാളം ക്രൂഡ് ഓയിൽ, ഗോൾഡ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. തീർച്ചയായും ഇത് ഇന്ത്യയുടെ വ്യാപാര കമ്മിയെ കൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം പണമിടപാട് സ്ഥാപനങ്ങളിൽ കാര്യമായ തിരക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. വിനിമയ നിരക്ക് 229 മുകളിൽ എത്തിയ സമയത്ത് തന്നെ ഭൂരിഭാഗം പേരും നാട്ടിലേക്ക് കാശ് അയച്ചിരുന്നു. വിനിമയ നിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉയർന്ന നിരക്കിനായി കാത്തിരിക്കുന്നവരുമുണ്ട്. മീഡിയ 1 മസ്കത്ത്. സൗദിയുടെ സമഗ്ര പുരോഗതിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ പങ്ക് അഭിമാനകരമെന്ന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം സംഗമം. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടികളും പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ജിദ്ദയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. സൗദി ദേശീയ ദിനത്തിന്റെ ഭാഗമായാണ് ജിദ്ദ മീഡിയ ഫോറം ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ ഗാനത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. മീഡിയ പരിശീലന പരിപാടിയും ചടങ്ങിന്റെ ഭാഗമായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വിഷ്വൽ മീഡിയ തുടങ്ങി വിവിധ സെഷനുകൾ നടന്നു. ജിദ്ദയിലെ സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ രംഗത്തെ പ്രതിനിധികൾക്കായിരുന്നു പരിപാടി. കബീർ കൊണ്ടോട്ടി, സജിദ്, ഗഫൂർ കൊണ്ടോട്ടി എന്നിവർ സംസാരിച്ചു. ബിജു രാമന്തള്ളി, സിറാജ് കോട്ടപ്പുറം, ഇബ്രാഹിം ഷംനാദ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ജിദ്ദ. രാത്രിയിൽ ഏറ്റവും സുരക്ഷിതരായി ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ബഹ്റൈനും. ഗാലപ്പ് പുറത്തിറക്കിയ 144 രാജ്യങ്ങളുടെ ആഗോള സുരക്ഷാ റിപ്പോർട്ടിൽ ബഹ്റൈൻ 9ാം സ്ഥാനം നേടി. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പട്ടികയിൽ ഗൾഫ് രാജ്യങ്ങൾ ഏറെ മുന്നിലാണ്. ഏത് രാത്രിയും ഇവിടെ പുറത്തിറങ്ങി നടക്കാം. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളുടെ പട്ടികയിൽ ആദ്യ 10 ഇടം പിടിച്ച് ബഹ്റൈൻ. രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളെക്കുറിച്ച് ഗാലപ്പ് പുറത്തിറക്കിയ 2025 ആഗോള സുരക്ഷാ റിപ്പോർട്ടിലാണ് ബഹ്റൈന്റെ നേട്ടം. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പട്ടികയിൽ ഗൾഫ് രാജ്യങ്ങൾ മുൻപന്തിയിലാണെന്ന പ്രത്യേകതയുമുണ്ട്. ബഹ്റൈന് പുറമെ സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളും ആദ്യ 10 ഇടം നേടിയിട്ടുണ്ട്. സുരക്ഷാ സൂചികയിൽ 94% ഒമാനാണ് ഗൾഫ് രാജ്യങ്ങളിൽ മുൻപിൽ. 93% സൗദി അറേബ്യ 2ാം സ്ഥാനത്തും 91% കുവൈറ്റ് 3ാം സ്ഥാനത്തും 90% ബഹ്റൈനും UAEയും 4ാം സ്ഥാനത്തുമുണ്ട്. ആഗോളതലത്തിൽ 98%വുമായി സിംഗപ്പൂരാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. രാജ്യങ്ങളിലെ ക്രമസമാധാന നിലവാരം, പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസം, മോഷണം, ആക്രമണം തുടങ്ങി വിവിധ വശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗാലപ്പ് സുരക്ഷാ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നിയമ സംവിധാനങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസം, ഉയർന്ന സുരക്ഷിതത്വ ബോധം, കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് എന്നിവയാണ് ഗൾഫ് രാജ്യങ്ങളുടെ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഷെഫി ഷാജഹാൻ, മീഡിയ 1 ബഹ്റൈൻ. കുവൈറ്റിൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക സ്മാർട്ട് പെട്രോൾ യൂണിറ്റ് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പുതിയ യൂണിറ്റ് ആരംഭിച്ചത്. വാഹന ലൈസൻസ് പ്ലേറ്റ് സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ ക്യാമറ സംവിധാനമാണ് പെട്രോളിന്റെ പ്രധാന സവിശേഷത. തത്സമയ ചിത്രങ്ങൾ പകർത്തി AI പ്രോസസ്സിംഗിനും വിശകലനത്തിനുമായി കൈമാറുകയും തുടർന്ന് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലെ ഡാറ്റാബേസുമായി ഒത്തുനോക്കുകയും ചെയ്യും. ഇതിലൂടെ അന്വേഷണ പരിധിയിലുള്ള വ്യക്തികളെയും വാഹനങ്ങളെയും വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ചരിത്രത്തിലെ 3ാമത്തെ ഗ്രാൻഡ് മുഫ്തിയാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്. നിരവധി സ്ഥാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായിരുന്നു ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്. ഉന്നത പണ്ഡിത സഭാ മേധാവി, ഫത്വ കമ്മിറ്റി ചെയർമാൻ,
ജനറൽ പ്രസിഡൻസി ഓഫ് സ്കോളർ റിസർച്ച് ആൻഡ് ഇഫ്ത, മുസ്ലിം വേൾഡ് ലീഗ് സുപ്രീം കൗൺസിൽ അംഗം, സൗദി ഗ്രാൻഡ് മുഫ്തി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. സൗദി റോയൽ കോർട്ടാണ് വാർത്ത സ്ഥിരീകരിച്ചത്. റിയാദിലെ ദീരയിലെ ഇമാം തുർക്കി ബിൻ അബ്ദുള്ള മസ്ജിദിൽ അസർ നമസ്കാര ശേഷമായിരുന്നു മയ്യിത്ത് നമസ്കാരം. ഇരു ഹറമുകളിലും മയ്യിത്ത് നമസ്കാരം നടത്താൻ ഭരണാധികാരിയുടെ പ്രത്യേക നിർദ്ദേശവുമുണ്ടായിരുന്നു. ചരിത്രത്തിലെ മൂന്നാമത്തെ ഗ്രാൻഡ് മുഫ്തിയാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്. 1943 നവംബർ 30 മക്കയിലായിരുന്നു ജനനം. 8-ാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് ബാല്യത്തിലെ ഖുർആൻ മനഃപ്പാടമാക്കി. 20-ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും പഠനം തുടരുകയായിരുന്നു. നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ നേതാവിനെ കൂടിയാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിന്റെ നിര്യാണത്തോടെ നഷ്ടമാവുന്നത്. മീഡിയ 1, റിയാദ്. കുവൈറ്റിലെ ബയാൻ കൊട്ടാരത്തിൽ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ചെയർമാൻ പാസ്റ്റർ ഇമാനുവൽ ബെഞ്ചമിൻ ഗരീബിനെയും രാജ്യത്തെ വിവിധ ക്രിസ്ത്യൻ സഭാ പ്രതിനിധികളെയും അമേരി ദിവാൻകാര്യ മന്ത്രി ഷെയ്ഖ് ഹമദ് ജാബാർ അൽ അലി അൽ സബാഹ് സ്വീകരിച്ചു. മതപരമായ സഹിഷ്ണുത, വിശ്വാസ സ്വാതന്ത്ര്യം, സമാധാനപരമായ സഹവർത്തിത്വം എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. രാജ്യത്തെ എല്ലാ നിവാസികൾക്കും മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതിൽ പ്രതിനിധികൾ നന്ദി രേഖപ്പെടുത്തി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾക്ക് കടുത്ത ശിക്ഷ നൽകാൻ ബഹ്റൈൻ ഒരുങ്ങുന്നു. ലൈസൻസ് ഇല്ലാതെ സാമ്പത്തിക, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ബ്രോക്കറേജ് സേവനങ്ങൾ നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാൻ ലക്ഷ്യമിടുന്ന പുതിയ കരട് നിയമം ബഹ്റൈൻ സർക്കാർ നിയമനിർമ്മാണ സഭയ്ക്ക് കൈമാറി. നേരത്തെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്ക് പിഴ മാത്രമായിരുന്നു ശിക്ഷ. എന്നാൽ പുതിയ നിയമം ജയിൽ ശിക്ഷ കൂടി ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നു. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം 4800 കോടി റിയാൽ കവിഞ്ഞു. ഖത്തർ ചേംബർ ബോർഡിന്റേതാണ് കണക്കുകൾ. വ്യാപാര നിക്ഷേപ മേഖലയുമായി ബന്ധപ്പെട്ട് ഇരു രാഷ്ട്രങ്ങളിലെയും പ്രതിനിധികൾ ദോഹയിൽ ചർച്ച നടത്തി. ഖത്തറിലെത്തിയ ഇന്ത്യൻ ബിസിനസ് സംഘവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഖത്തർ ചേംബർ ബോർഡ് അംഗം മുഹമ്മദ് ബിൻ മഹ്ദി അൽ അഹ്ബാബിയാണ് ഉഭയകക്ഷി വ്യാപാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കണക്കുകൾ പങ്കുവച്ചത്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാര വിനിമയം ശക്തമായി തുടരുമെന്നും ഖത്തറിന്റെ ഏറ്റവും വലിയ ബിസിനസ് പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. PhD ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇന്റർനാഷണൽ അഫയേഴ്സ് കമ്മിറ്റി ഉപാധ്യക്ഷൻ സഞ്ജയ് ബെസോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചകൾക്കായി ദോഹയിലെത്തിയത്. അൽ അഹ്ബാബിയുടെ നേതൃത്വത്തിലായിരുന്നു ഖത്തർ സംഘം. വ്യാപാര മേഖലയിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സഹകരണവും നിക്ഷേപ സാധ്യതകളും ചർച്ചയായി. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം $28 ബില്യൺ എത്തിക്കുകയാണ് ഇന്ത്യയും ഖത്തറും ലക്ഷ്യമിടുന്നത്. നിലവിലിത് $13.2 ബില്യൺ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയായിരുന്നത്. ഇതിനു പുറമെ ഖത്തറുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. മീഡിയ 1, ദോഹ. ഏഷ്യൻ വീട്ടുജോലിക്കാരിയെ കൊന്ന കേസിൽ കുവൈറ്റി പൗരന് 14 വർഷം തടവ് ശിക്ഷ വിധിച്ചു. വീട്ടുജോലിക്കാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം വീടിന്റെ പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ടെന്നാണ് കേസ്. കുറ്റകൃത്യം മറച്ചുവെച്ചതിനും വിവരം അധികൃതരെ അറിയിക്കാതിരുന്നതിനും പ്രതിയുടെ പിതാവിനും സഹോദരനും ഭാര്യയ്ക്കും ഓരോ വർഷം വീതം കഠിന തടവ് ശിക്ഷയും കോടതി വിധിച്ചു. കുവൈറ്റ് റെസിഡൻസി മേഖല പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക്. സേവന കേന്ദ്രങ്ങൾ ഉടൻ പേപ്പർ രഹിതമാക്കുമെന്ന് റെസിഡൻസി ആൻഡ് നാഷണാലിറ്റി അഫയേഴ്സ് മേധാവി ബ്രിഗേഡിയർ ജനറൽ ഫവാസ് അൽ റൌമി വ്യക്തമാക്കി. സേവനങ്ങളുടെ ഗുണനിലവാരവും പ്രവർത്തന കാര്യക്ഷമതയും വിലയിരുത്തുന്നതിനായി അൽ ഷാമിയ, ഹവലി, ക്യാപിറ്റൽ സെന്ററുകൾ സന്ദർശിച്ചു. സംയോജിത സേവന കേന്ദ്രങ്ങളായി റെസിഡൻസി ഓഫീസുകൾ മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാർഹിക തൊഴിലാളി വിസ പരിശോധനയ്ക്കായി സഹേൽ ആപ്പ് വഴി സുതാര്യത വർദ്ധിപ്പിക്കുന്ന സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ നാളെ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുമെന്നാണ് പ്രവചനം. ദൃശ്യപരത കുറയുന്നതിനൊപ്പം ഉയർന്ന താപനില തുടരുമെന്നും അധികൃതർ അറിയിച്ചു. തുറന്ന പ്രദേശങ്ങളിൽ ദൃശ്യപരത ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ നിർദ്ദേശിച്ചു.
കുവൈറ്റിലെ ഖൈത്താനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അപമാനിച്ചതിന് പ്രവാസിയായ പുരുഷനും സ്ത്രീയും പോലീസിന്റെ പിടിയിൽ. ഗതാഗത നിയമലംഘനങ്ങളിൽ കുടുങ്ങിയ ഡ്രൈവർ ടിക്കറ്റ് നൽകിയ ഉദ്യോഗസ്ഥനെ അപമാനിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ ID നൽകാൻ വിസമ്മതിക്കുകയും ഉദ്യോഗസ്ഥരെ അപമാനിക്കുകയും ചെയ്തു. വാഹനം സീൽ ചെയ്ത് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. സൗദിയിൽ റിയാദ് ടാക്കേസിന്റെ നേതൃത്വത്തിൽ 95ാമത് ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ഷഫീഖ് പാറയിലിന്റെ അധ്യക്ഷതയിൽ സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. മധുര വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവ ചടങ്ങിൽ അരങ്ങേറി. ഷൈജു പച്ച, ഹരി കായംകുളം, അനസ് വള്ളികുന്നം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ലുബാബ് EK, ഷിജു ബഷീർ, നിസാർ പല്ലികശ്ശേരി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാർ സ്കൂൾ ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന കേരള സ്കൂൾ സ്പോർട്സിൽ പങ്കെടുക്കാൻ UAE-യിലെ വിദ്യാലയങ്ങൾക്കും ക്ഷണം ലഭിച്ചു. ഇത്തവണ UAE-യിലെ പെൺകുട്ടികൾ കൂടി കായികമേളയിൽ മാറ്റുരയ്ക്കും. കേരളത്തിന്റെ 15ാമത്തെ ജില്ലയായാണ് UAE മേളയിൽ മത്സരിക്കുക. കേരളത്തിലെ 14 ജില്ലകൾക്ക് പുറമെ 15ാമത്തെ യൂണിറ്റായാണ് UAE കേരള സ്കൂൾ സ്പോർട്സിൽ മാറ്റുരയ്ക്കുക. UAE-യിലെ കേരള സിലബസ് സ്കൂളുകളെ മേളയിലേക്ക് പങ്കെടുക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കത്ത് പ്രിൻസിപ്പൽമാർക്ക് ലഭിച്ചു. UAE-യിൽ 8 സ്കൂളുകളിലാണ് കേരള സിലബസ് ഉള്ളത്. ഇത്തവണ പെൺകുട്ടികളെയും മേളയിൽ പങ്കെടുപ്പിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒക്ടോബർ 22 മുതൽ 27 വരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. മേളയിലേക്ക് മികച്ച താരങ്ങളെ കണ്ടെത്താൻ UAE തല മത്സരങ്ങൾ നടത്താൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് UAE-യിൽ ഉടൻ ക്ലസ്റ്റർ തല മത്സരങ്ങൾ നടക്കും. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ സംഘടിപ്പിച്ച മേളയിലേക്കും UAE-യിലെ സ്കൂളുകൾക്ക് ക്ഷണം ലഭിച്ചിരുന്നു. മീഡിയ 1, ദുബായ്. ബഹ്റൈനിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി വിദ്യാലയമായ ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതി നടപ്പാക്കുന്നു. ഇസ ടൗൺ, റിഫ ക്യാമ്പസുകളിൽ സൈൻ ബഹ്റൈനുമായി സഹകരിച്ചാണ് പദ്ധതി. 4 ലക്ഷം ദിനാർ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി ഇന്ത്യൻ സ്കൂളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യും. കരാറിൽ സെയിന്റ് ബഹ്റൈൻ തലവൻ ഷെയ്ഖ് അബ്ദുള്ള ഖാലിദ് അൽ ഖലീഫയും ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസും ഒപ്പുവച്ചു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ജിദ്ദയിൽ KMCC രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്നം നൽകുന്ന രാജ്യത്തിന് ജീവരക്തം എന്ന തലക്കെട്ടിലായിരുന്നു ക്യാമ്പ്. ജിദ്ദയിലെ കിങ് അബ്ദുലസീസ് മെഡിക്കൽ സിറ്റിയിൽ നടന്ന രക്തദാന ക്യാമ്പിൽ 100-ലേറെ പേർ രക്തം നൽകി. കിങ് അബ്ദുലസീസ് മെഡിക്കൽ സിറ്റി മേധാവി അഹമ്മദ് സഹാറാണി ഉദ്ഘാടനം നിർവഹിച്ചു. VP മുസ്തഫ ഹുസൈൻ കരിങ്കര, സുബൈർ വട്ടോളി, ജലാൽ തേഞ്ഞിപ്പാലം എന്നിവർ നേതൃത്വം നൽകി. മസ്കത്ത് KMCC-യുടെ പുതിയ നാഷണൽ കമ്മിറ്റി നിലവിൽ വന്നു. പ്രസിഡന്റായി അഹമ്മദ് റയീസിനെയും ജനറൽ സെക്രട്ടറിയായി റഹീം വറ്റലൂരിനെയും ട്രഷററായി ഷമീർ PTK-യെയും തെരഞ്ഞെടുത്തു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. നാഷണൽ കമ്മിറ്റി ഭാരവാഹി പട്ടിക പ്രഖ്യാപനം റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ PMA സലാം നിർവഹിച്ചു. പാലക്കാട് പ്രവാസി അസോസിയേഷൻ കുവൈറ്റിൽ പാലക്കാട് മേള 2025 സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 3-ന് അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ സ്കൂളിൽ നടക്കുന്ന പരിപാടി കേരള സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി IAS ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ പ്രശസ്തമായ പഴയിടം രുചിയോട് 2000 പേർക്കുള്ള സദ്യ ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ശ്രീരാഗം ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും പൽപ്പ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറും. ദമാം കൊണ്ടോട്ടിയൻസ് കൂട്ടായ്മ വാർഷികാഘോഷവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുന്നു. കൊണ്ടോട്ടി മഹോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി സെപ്റ്റംബർ 26-ന് ദമാമിൽ സംഘടിപ്പിക്കും. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം, മാപ്പിളപ്പാട്ട് ഗായകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ദമാം കൊണ്ടോട്ടി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷം കൊണ്ടോട്ടി മഹോത്സവം സെപ്റ്റംബർ 26-ന് വെള്ളിയാഴ്ച ദമാമിലെ ഫൈസലിയയിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മോൻകുട്ടി വൈദ്യർ നൈറ്റ് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം മുഖ്യ അതിഥിയായെത്തുന്ന പരിപാടിയിൽ മാപ്പിള കലാ ഗവേഷകനും കൊണ്ടോട്ടി മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ അഷ്റഫ് മഡാനും സംബന്ധിക്കും. കൂട്ടായ്മയിലെ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ച് സാമൂഹിക സുരക്ഷാ സേവന പദ്ധതികൾ പ്രഖ്യാപിക്കും. മാപ്പിളപ്പാട്ട് ഗായിക സുർമി നയിക്കുന്ന സംഗീത സന്ധ്യയും അരങ്ങേറും. സംഘാടകരായ ആലിക്കുട്ടി ഒളവട്ടൂർ, അബ്ദുൽ ഹമീദ് C, അഷ്റഫ് കൊണ്ടോട്ടി, സിദ്ദീഖ് ആനപ്ര, ഷമീർ, നിയാസ് മരക്കാട്ട് തുടങ്ങിയ അനീസ് കോട്ടപ്പുറം എന്നിവർ
അബുദാബിയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ അബുദാബി ഓണാഘോഷം സംഘടിപ്പിച്ചു. അംഗങ്ങൾക്കും കുടുംബത്തിനുമായി വിവിധ മത്സരങ്ങളും ഓണസദ്യയും ഒരുക്കിയിരുന്നു. സമീർ കല്ലറ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ റാഷിദ് പൂമാടം, ഷിജിന കണ്ണൻദാസ്, റസാഖ് ഒരുമനയൂർ, നിസാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ 2ാം എഡിഷന് സൗദിയിലെ റിയാദിൽ പ്രൗഢമായ തുടക്കം. കിഴക്കൻ പ്രവിശ്യയിലെ ഉച്ചകോടിക്ക് സമാനമായി പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ഉച്ചകോടി ശ്രദ്ധേയമായി. സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ അൽ ഷമരി ഉദ്ഘാടനം നിർവഹിച്ചു. മീഡിയ വൺ പ്രഖ്യാപിച്ച ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും ബിസിനസ് എക്സലൻസ് അവാർഡും ജേതാക്കൾക്ക് കൈമാറി. മലയാളി ബിസിനസ്സുകാർക്ക് സൗദിയിൽ പുതിയ സാധ്യതകൾ പരിചയപ്പെടുത്തൽ കൂടിയാണ് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ലക്ഷ്യം. മീഡിയ വൺ ഒരുക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ 2ാം എഡിഷൻ ഇന്ന് റിയാദിൽ നടക്കുകയാണ്. 1ാം എഡിഷൻ കഴിഞ്ഞ ദിവസം ദമ്മാമിലായിരുന്നു നടന്നത്. ഇന്ന് ഈ ഫ്യൂച്ചർ 2 എഡിഷനുകളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഇന്നാണ് അവസാനത്തെ എഡിഷൻ. അത് കഴിഞ്ഞ് ഇനി 3ാം എഡിഷൻ ജിദ്ദയിലായിരിക്കും. അതിൻ്റെ പദ്ധതികളും അതിൻ്റെ പ്ലാനിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ജനസ്വീകാര്യതയാണ് ഈ ഒരു ഫ്യൂച്ചർ സമ്മിറ്റിന് കിട്ടിയത്. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ബിസിനസ്സിലെ ഏറ്റവും ചെറുകിട ബിസിനസ്സുകാർ മുതൽ വൻകിട ബിസിനസ്സുകാർ വരെ ഒരേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ നടന്ന ദമാമിൽ നടന്ന ജനസ്വീകാര്യതയും ജനപങ്കാളിത്തവും അതിന് തെളിവായിരുന്നു. അത്ര അധികം ആളുകളാണ് ആ ഒരു സമ്മിറ്റിൽ പങ്കെടുത്തത്. മാത്രമല്ല അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം യുവതലമുറയിൽപ്പെട്ട ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരുന്നവരും അതുപോലെ തന്നെ യുവാക്കളിൽപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ടും ഈ ഒരു സമ്മിറ്റിൽ ഇന്നലെയാണെങ്കിലും ഇന്ന് റിയാദിലാണെങ്കിലും പങ്കെടുക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. വിവിധ സെഷനുകളായിട്ടാണ് ഫ്യൂച്ചർ സമ്മിറ്റ് പുരോഗമിച്ചത്. അതിൽ എഐയുടെ ബിസിനസ് സാധ്യതകളെ വിവരിച്ചുകൊണ്ടുള്ള പ്രത്യേക സെഷനുകളുണ്ടായിരുന്നു, പ്രത്യേക ചർച്ചകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിസിനസ് മോട്ടിവേഷൻ, റിയാസ് ഹക്കീം പോലുള്ളവരുടെ ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ്സുകളുണ്ടായിരുന്നു. ബിസിനസ് രംഗത്ത് വിജയിച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ സെഷനുകളായിട്ടായിരുന്നു ഈ ഒരു ഫ്യൂച്ചർ സമ്മിറ്റ് ഒരുക്കിയത്. എല്ലാ തരത്തിലുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അത് ഏറെ ഗുണം ചെയ്യുകയുണ്ടായി. പരസ്പരം പരിചയപ്പെടാനും ആ വിജയകഥകൾ കേൾക്കാനും അതിലൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പല ആളുകളുമായിട്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകളും പറഞ്ഞത് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞു, അതല്ലെങ്കിൽ ഒരുപാട് ആളുകളോട് സംസാരിക്കാൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഫ്യൂച്ചർ സമ്മിറ്റ് വിജയകരമായിട്ട് തന്നെ ഇപ്പോൾ റിയാദിൽ തുടരുകയാണ്. മീഡിയ വണ്ണിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും പൂർണ്ണമായിട്ടും വിശ്വാസമർപ്പിച്ച് മീഡിയ വണ്ണിനോട് കൂടെ നിൽക്കുന്ന പ്രേക്ഷകരും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവാസി സമൂഹത്തിനോടും മീഡിയ വണ്ണിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. റിയാദിൽ നിന്നും നൌഷാദ് ഇരിക്കൂറിനൊപ്പം വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ വൺ. ദുബായ് അൽബർഷയിലെ ബഹുനില താമസ കെട്ടിടത്തിൽ തീപിടുത്തം. ഇന്ന് ഉച്ചയോടെയാണ് 200 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിലെ താമസക്കാരെ മുഴുവൻ സുരക്ഷിത സ്ഥാനത്തേക്ക് ഒഴിപ്പിച്ചു. ആളപായമില്ലെന്നും തീ നിയന്ത്രണ വിധേയമായെന്നും ദുബായ് സിവിൽ ഡിഫൻസ് അറിയിച്ചു. അഗ്നിശമന സേനയുടെ ഷഹീൻ ഡ്രോണുകൾ തീ അണയ്ക്കുന്ന ദൃശ്യങ്ങളും ദുബായ് മീഡിയ ഓഫീസ് പുറത്തുവിട്ടു. റയാദ മെഡിക്കൽ സെന്ററുമായി ധാരണാപത്രം ഒപ്പുവെച്ച് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഖത്തർ അഥവാ ഫിൻക്. നഴ്സിംഗ് സമൂഹത്തിനും കുടുംബത്തിനും ആരോഗ്യ പരിചരണ സഹായം ഉറപ്പാക്കുന്നതാണ് ധാരണാപത്രമെന്ന് ഫിൻക് നേതൃത്വം അറിയിച്ചു. ജംഷീർ, ബിജോയ് ചാക്കോ, നിഷാമോൾ സലാം, മേരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
ബഹ്റൈനിൽ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ ഓണോത്സവം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വടംവലി മത്സരത്തിൽ താരാസ് പൂനൂർ ജേതാക്കളായി. കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ജേതാക്കൾക്ക് കപ്പ് സമ്മാനിച്ചു. പെൺവാണിഭ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ട 3 ഇന്ത്യക്കാരായ പ്രവാസികൾക്കെതിരെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ പുതിയ വിചാരണ ആരംഭിച്ചു. ഹൈ ക്രിമിനൽ കോടതിയിലാണ് കേസിന്റെ നടപടികൾ ആരംഭിച്ചത്. മസാജ് പാർലറുകളുടെ ഉടമകളായ പ്രതികൾ അതിലൂടെ ലഭിച്ച തുക അന്താരാഷ്ട്ര വയർ ട്രാൻസ്ഫറുകളിലൂടെയും GCC കറൻസികൾ വാങ്ങിയും വിറ്റും കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് കേസ്. കേസിൽ ഒക്ടോബർ 14 കോടതി വിധി പറയും. അബുദാബിയിലെ മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മയായ അബുദാബി മലയാളി നഴ്സസ് കമ്മ്യൂണിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു. ഭാരവാഹികളായ ഫൈസൽ ഇബ്രാഹിം, നിഷാൻ, അനില, ദീപ്ന, കാർത്തിക എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. EMNF ഭാരവാഹികളായ സിയാദ്, സുബിൻ, ബനാസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. സമാപന ചടങ്ങിൽ അന്തരിച്ച ഡോക്ടർ ധനലക്ഷ്മിയെ അനുസ്മരിച്ചു. സൗദിയിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ റിയാദ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സാംസ്കാരിക സമ്മേളനം ഡോക്ടർ രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു. കബീർ പട്ടാമ്പി, സലാം പെരുമ്പാവൂർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. വൈ സാബിർ, പ്രജിത് മാത്യു, ഷിഹാബ് കൊട്ടുകാട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കേരളൈറ്റ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ കുവൈറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു. അതിരുകളില്ലാതെ എന്ന പേരിൽ അബ്ബാസിയ ആസ്പെയർ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടികൾക്ക് വനിതകൾ തിരിതെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ രഞ്ജി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ക്രിസ്റ്റി തോമസ്, ജിമ്മി ജോസ്, വിജയലക്ഷ്മി ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും നൃത്തങ്ങൾ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. അംഗങ്ങളുടെ മക്കളിൽ ഉന്നത മാർക്ക് നേടിയവരെ ആദരിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഒമാനിലെ എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഇറയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഒമാൻ അവന്യൂസ് മാളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ 400ഓളം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് ഫൈസൽ പൊഞ്ഞശ്ശേരി അധ്യക്ഷത വഹിച്ചു. വേൾഡ് മലയാളി കൌൺസിൽ ചെയർമാൻ ഡോക്ടർ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. മക്ക ഗ്രൂപ്പ് ചെയർമാൻ മമ്മൂട്ടി മുഖ്യാതിഥിയായി. ഓണസദ്യയും വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. കേരള സമാജം സാംഗ്ലിയുടെ വാർഷിക പൊതുയോഗവും ഓണാഘോഷവും നടന്നു. DMA ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഉദ്ഘാടനം സാംഗ്ലി ജില്ലാ കലക്ടർ അശോക് W. കാക്കടെ നിർവഹിച്ചു. സമാജം പ്രസിഡന്റ് ഡോക്ടർ മധുകുമാർ നായർ അധ്യക്ഷനായി. ഉന്നത വിജയികളെ പരിപാടിയിൽ അനുമോദിച്ചു. സമാജം അംഗങ്ങളും അവരുടെ കുട്ടികളും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ഖത്തറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കരിയർ കോമ്പസ് 2025 എന്ന പേരിൽ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിച്ചു. അലൂമിനി അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഹരീഷ് പാണ്ഡെ മുഖ്യാതിഥിയായി. ജംഷീർ ഹംസ, മുഹമ്മദ് അഷ്റഫ്, CA ഷാനവാസ് ബാവ തുടങ്ങിയവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. തിരൂർ മേഖലയിലെ ഖത്തർ പ്രവാസികളുടെ കൂട്ടായ്മയായ ക്യൂ ടീം തിരൂരോണം 2025 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സൽവാ റോഡിലെ അത്ലന്റ് സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ 280ഓളം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് നൌഫൽ MP ഉദ്ഘാടനം ചെയ്തു. ഓണക്കളികളും സൗഹൃദ മത്സരങ്ങളും സംഗീത പരിപാടിയും അരങ്ങേറി.